തംബ്നെയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാൻ ഇന്ന് എൻ്റെ CV ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് എനിക്ക് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് CV പ്രിപ്പയർ ചെയ്തത്, അല്ലെങ്കിൽ ഒന്ന് CV ഷെയർ ചെയ്യാൻ പറ്റുമെന്ന്. അതിനു മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ ഞാൻ പറയുകയാണ്, ഇതൊരു ബെസ്റ്റ് CV ആയിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. പകരം ഈ ഒരു CV വെച്ചാണ് എനിക്ക് UAE അക്കൗണ്ടൻറ്റ് ജോബ് കിട്ടിയത്. ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് CVയിലെ ഓരോ എലമെൻറ്റിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ട പിക്ചറാണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നിയത്, സെക്കൻഡ് പിക്ചറാണോ, അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ സെക്കൻഡാണ് ഓപ്റ്റ് ചെയ്തത്. ബിക്കോസ് ഞാൻ രണ്ടും ഫോട്ടോസും ഞാൻ ഡിഫറെൻറ്റ് ടൈമിൽ എടുത്തതാണ് CVയിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പേരുടെ റെഫറൻസ് വെച്ചിട്ട് ഞാൻ സെക്കൻഡ് പിക്ചറാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഫോട്ടോ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫോട്ടോ CVയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ബെസ്റ്റ് ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നമുക്ക് CVയുടെ ഒരു ഓവറോൾ ലുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു പേജിൽ മാക്സിമം ഒരു പേജിൽ ഇൻക്ലൂഡ് ആവുന്ന കണ്ടൻറ്റ് മാത്രം ഉൾക്കൊള്ളിച്ചുള്ള ഒരു CV. ഇനി നമുക്ക് ഓരോരോ പാർട്ടായിട്ട് കാണാം. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ കൊടുത്തത് പ്രൊഫൈൽ സമ്മറിയാണ്. പ്രൊഫൈൽ സമ്മറി എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ എന്താണോ മീൻ ചെയ്യുന്നത്, ഈ ജോലിയിലേക്ക് കയറി കഴിഞ്ഞാലും ജോലി കൊണ്ട് നമ്മൾ എന്താണോ മീൻ ചെയ്യുന്നത്, അതാണ് പ്രൊഫൈൽ സമ്മറിയിൽ കൊടുക്കുക. ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയാണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് മുകളിൽ കാണാം, ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം അവർ ഇൻ്റർവ്യൂ കോൾസിന് വിളിക്കുക, ഈ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്താൽ മാത്രമേ അവർ പ്രോപ്പറായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു കോൺടാക്ട് നമ്പർ നിങ്ങൾ മസ്റ്റായിട്ടും അത് നല്ല വൃത്തിക്ക് വാട്സപ്പ് നമ്പർ ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്നൊരു UAE നമ്പർ അതും നിങ്ങളവിടെ മെൻഷൻ ചെയ്യണം. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ എനിക്ക് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, അതായത് ഞാൻ അഡീഷണൽ കോഴ്സ് ചെയ്ത എൻ്റെ കുറച്ച് സർട്ടിഫിക്കേഷൻസും കൂടെ ഞാൻ അവിടെ മെൻഷൻ ചെയ്തു. അതിന് താഴെ ഞാൻ എൻ്റെ ടെക്നിക്കൽ സ്കിൽസാണ്, അതായത് ഞാൻ ടാലി കോഴ്സ് കഴിഞ്ഞ ആളാണ്. അപ്പോൾ എനിക്ക് ടാലി അറിയാം. അതുപോലെ തന്നെ സോഹോ എനിക്ക് ഓക്കെയാണ്. അതുപോലെ മൈക്രോസോഫ്റ്റ് എക്സൽ, വേർഡ് അതൊക്കെ എനിക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതും കൂടെ അവിടെ മെൻഷൻ ചെയ്തു. നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം താഴെ കൊടുത്ത അഡീഷണൽ സ്കിൽസ്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഞാൻ സ്റ്റാർട്ടിങ് UAE വന്നപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു CV ആണ്. വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ ഞാൻ എൻ്റെ ഒരു രീതിക്ക് ചെയ്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു നോളജ് വെച്ച് എനിക്ക് പറയാൻ പറ്റുന്നത്, ഒരു അക്കൗണ്ടൻറ്റ് ജോബിന് ഈ അഡീഷണൽ സ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ മെൻഷൻ ചെയ്ത ഐറ്റംസ് വേണോ വേണ്ടയോ എന്ന് എനിക്കിപ്പോഴും ഡൗട്ടാണ്. സോ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനൽ, ലാംഗ്വേജസ് നോൺ. അതും ഞാനൊരു ജസ്റ്റ് നോർമലി കണ്ട് വന്ന CV വെച്ച് ഞാനവിടെ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അതും ഓപ്ഷണലായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഈ ഒരു വീഡിയോയിൽ CVയുടെ ഒരു സൈഡ് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് സൈഡും അതുപോലെ ബാക്കി ഡീറ്റെയിൽസുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം.